ഹായ് എവരി വൺ. ഹലോ. ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലുള്ള തിരുവള്ളൂരിൻ്റെ വിവേകാനന്ദ പാറയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അവിടെ നിന്നൊരു വീഡിയോ ചെയ്യാൻ ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ സാധിച്ചു. ഞാനിപ്പോൾ തിരുവള്ളൂരിൻ്റെ ഇവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നത്. തിരുവള്ളൂരിൻ്റെ വിഗ്രഹം ഉണ്ടോ, സ്റ്റാച്ചു അവിടെ നിൽപ്പുണ്ട്. അതേ നിന്നാണ് നമ്മൾ തുടങ്ങുവാണ് വീഡിയോ. പിന്നെ ഇനി നമ്മൾ വിവേകാനന്ദ പാറയിലോട്ട് പോകുന്നുണ്ട്. വിവേകാനന്ദ പാറയും കൂടെ കണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ, വളരെ മനോഹരമായ പാലമാണ്. തിരുവള്ളൂരിനും വിവേകാനന്ദ പാറയ്ക്കും ഇടയ്ക്കുള്ള ഗ്ലാസ് ബ്രിഡ്ജോട് കൂടിയിട്ടുള്ള ആ ഒരു പാലമാണ്. പിന്നെ നമ്മളിപ്പോൾ പയ്യെ ആ തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചു നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ നല്ല ഭംഗിയാണ്, വളരെ ഭംഗിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പ്രതിമയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പ്രതിമയ്ക്ക് ചുറ്റും നടക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വിവേകാനന്ദ പാറയിലോട്ട് പോകും. നല്ല രസമുണ്ട്, അന്യായ കാഴ്ചയാണ്, നല്ല രസമാണ്. ഇവിടെ നിന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അറിയാമല്ലോ തിരുവള്ളൂർ ആരാണെന്നറിയാമല്ലോ. തിരുക്കുറൽ എഴുതിയ റിട്ടേൺ ബൈ തിരുവള്ളൂർ. തിരുക്കുറൽ എഴുതിയാണ്. തിരുക്കുറൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ബൈബിൾ പോലെ തമിഴ് ബൈബിൾ എന്ന് പറയും. അതാണ്. അതിനകത്ത് 1000-ന് മേളിൽ തിരുക്കുറൽ വാചകങ്ങളുണ്ട്. ദൈവവാചകങ്ങൾ പോലത്തെ വാചകങ്ങളാണ്. അത് എഴുതിയ ആളാണ്, ആളുടെ പ്രതിമയാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരുവള്ളൂർ പ്രതിമയുടെ തൊട്ടപ്പുറത്തായിട്ടാണ് കണ്ടല്ലോ വിവേകാനന്ദ പാറ. ഇനി അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. പിന്നെ നിങ്ങളത് വ്യക്തമായിട്ട് ഞാൻ കാണിക്കുന്നതാണ്. കണ്ടു കഴിച്ചാൽ ഞെട്ടിപ്പോവും. ഭയങ്കര ഒരു ഇതാട്ടോ. നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ വലിയ പാറ ഈ സമുദ്രത്തിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. അതേലടിച്ച് തിരമാല അടിച്ച് പോകുന്ന നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം. ഭയങ്കരമായിട്ട് പേടിയും വരും. അതുപോലെയാണ്, ഒരു തരത്തിലാണ് ഞാൻ പേടിച്ച് വിറച്ചാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത്. കുറച്ച് നടുക്കായിട്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നത്. തുടക്കത്തിൽ മാർബിൾ ബ്രിഡ്ജാണ്. പിന്നെ ഈ പ്രതിമയുടെ അടുത്തോട്ട് വരുന്ന ഭാഗത്തും മാർബിൾ ബ്രിഡ്ജാണ്. പക്ഷേ ഇടയ്ക്കായിട്ട് ഗ്ലാസ് ബ്രിഡ്ജാണ്. അത് എനിക്കും ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടന്നു പോകാൻ പറ്റും. പക്ഷെ നമുക്ക് ഭയങ്കര ഒരു ഭയമാണ് തോന്നുന്നത്. ഈ കടലിൽ നിന്നുള്ള ഈ തിരമാലകൾ അടിച്ചാൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തല കറങ്ങും. ഞാൻ ഒത്തിരി തല കറങ്ങി ഒരു തരത്തിലാണ് ഇങ്ങോട്ട്. അപ്പം നിങ്ങളെ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഭയങ്കര സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് ഈ തിരുവള്ളൂരിൻ്റെ അങ്ങോട്ട് പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്താണ് ഞാനിരിക്കുന്നത്. അതിൻ്റെ മുമ്പിലായിട്ട് വെയിലാണ്, നടക്കണം, ഭയങ്കര ചൂടാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. അതിനകത്തൂടെ നമുക്ക് കടലൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാം. കടലും അതിന് കടലിനകത്തുള്ള കടലിൻ്റെ നടുവിലുള്ള പാറ, ആ പാറയിൽ ഇങ്ങനെ തിരമാല അടിച്ചു വരും. നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഭയങ്കര പേടി തോന്നും. ഭയങ്കര ഹൈറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ വ്യക്തമായിട്ടും കാണാം. പക്ഷെ ഇച്ചിരി ഭീകരതയുണ്ട്. ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. നോക്കൂ, താഴോട്ട് നോക്കൂ, തിരമാല ഇങ്ങനെ അടിച്ചു വരുന്നുണ്ടോ. ഞാൻ നിൽക്കുന്ന കാൽഭാഗത്തിൻ്റെ കൂടെ കാണിക്കും. തിരമാല ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട്. തിരമാല അടിച്ചു വരുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഈ തിരുവള്ളൂരിൻ്റെ അങ്ങോട്ട് പോകുന്ന ഭാഗത്തായിട്ട് ആ ബ്രിഡ്ജിലാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഈ ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ തന്നെ തിരുവള്ളൂരിൻ്റെ പ്രതിമയും വളരെ മനോഹരമായിട്ടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്ന വളരെ കൗതുകമേറിയൊരു കാഴ്ചയാണ്. നിൽക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജിലാണ്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ തിരമാല ഇങ്ങനെ അടിച്ച് നല്ല വൃത്തിയായിട്ട് കാണാം. തിരുവള്ളൂരിൻ്റെ അങ്ങോട്ട് പോകുന്ന ഭാഗത്തുള്ള ആ ബ്രിഡ്ജാണ് കേട്ടോ. അതാണ് നല്ല. എനിക്ക് ഭയങ്കര പേടി തോന്നുന്നുണ്ട്. ആൾക്കാരിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഒന്നും കേൾക്കത്തില്ല പറയുന്നത്. അപ്പോൾ ഞാൻ തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചു ഒക്കെ കണ്ടു. ഇനി പയ്യെ ഞാൻ പോകാൻ പോകുന്നത് നേരെ വിവേകാനന്ദ പാറയിലോട്ടാണ്. നെക്സ്റ്റ് വീഡിയോ അവിടെ. എന്നാലും ഞാൻ അങ്ങോട്ട് പോവാണ്. വീഡിയോ നമുക്ക് കയറ്റിയെങ്കിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ എടുക്കാം. ഇല്ലെങ്കിൽ അകത്ത് പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട്